ഈ ബൈബിൾ മുഴുവൻ പറയും ജ്ഞാനം കിട്ടാൻ. അപ്പോൾ ദൈവം തൻ്റെ ജ്ഞാനത്തെ, തൻ്റെ അറിവിനെ, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവഭക്തിയാണ് പറയും. അതാണ് പറയും, അതുപോലെ പറയും ദൈവഭയം എന്നൊക്കെ പറയും. ഫിയർ ഓഫ് ഗാഡ് ഈസ് ദി ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറയും. അപ്പോൾ ആ ദൈവഭയം എന്നൊരു പുണ്യം നിൽക്കുകയാണ്. അപ്പോൾ ദൈവബന്ധത്തിൽ നിൽക്കുകയാണ്. അത് പഴയ നിമിത്തം ജോസഫിലൊക്കെ ആ ഒരു ദൈവഭയത്തിൻ്റെ ആത്മാവുണ്ട്. ആ ദൈവഭയമുള്ളപ്പോൾ ദൈവഭയം അവന് കൊടുക്കുന്നത്, ആ പാപം ചെയ്യരുത്, നീ വിശുദ്ധി ജീവിക്കണം, നീ പാപം സംഭവിക്കേണ്ട, ദൈവം നിൻ്റെ കൂടെ വരും എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടുമ്പോൾ അവന് പേടിയില്ല. ജ്ഞാനിക്ക് ഒരിക്കലും ഭയമില്ല. കാരണം അവനെ എപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നുവെന്ന് അവന് വ്യക്തമായി അറിയാം. അവിടെ വീണ്ടും വചനം പറയുകയാണ്, നീതിമാന്മാർക്ക് നീചന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവവും നീചന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് യോജിച്ച അനുഭവം ഉണ്ടാകുന്നുവെന്നത് ഭൂമിയിലുള്ളൊരു മിഥ്യയാണ്. ഇതും മിഥ്യയാണ് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് സന്തോഷിക്കുക എന്നാണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആനന്ദിക്കുകയും ചെയ്യുന്നവനല്ലാതെ വേറെ ഭാഗ്യം ഇതൊക്കെ അവർ പറയും. ഇത് സൂര്യന് കീഴെ ദൈവം അവൻ നൽകിയിരിക്കുന്ന ആയുഷ്കാലത്തെ പ്രയത്നങ്ങൾ അവനെ തുണയ്ക്കും. അതിനുശേഷം പറയുന്നുണ്ട്, എന്നാലും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ ജ്ഞാനത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു നിന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാക്കൾക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ആ ജ്ഞാനത്തിലൂടെ പറയുന്ന മറ്റൊരു വചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ പറയും, എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഉരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടി പതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കും. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ. അപ്പോൾ ഈ സഹനത്തിൻ്റെയൊക്കെ മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവിക ജ്ഞാനം കിട്ടും. അപ്പോൾ ശരിക്കും സുവിശേഷ വലിയ ഡെലിവറി ശുശ്രൂഷകളൊക്കെ നമ്മൾ നയിക്കേണ്ടത്, അല്ലെങ്കിൽ തിന്മയുടെ ശക്തികളൊക്കെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നമുക്ക് ജ്ഞാനം വേണം. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ എങ്കിൽ ഡിസേൺമെൻ്റ് ആണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ കുറിച്ച് പഠിക്കും കാണാൻ പറ്റും. ഈ ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെൻറ്റ്, വിവേചന വരം. ഈ വിവേചന വരം എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമാണ്. പരിശുദ്ധ നമുക്ക് തരുന്ന ഏറ്റവും വലിയ കൃപകൾ. 1 കൊരിന്ത്യസിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വചനം ജ്ഞാനത്തെക്കുറിച്ച് പറയും. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും പകരും. അപ്പോൾ ഇതിപ്പോഴും ജ്ഞാനത്തിന് വേണ്ടി പറയാം, ദൈവിക ജ്ഞാനം. അന്നേരം ഭയങ്കര ആനന്ദമാണ് നമുക്ക്. കാരണം നമ്മൾ ശരിയെന്ന് ചിലപ്പോൾ നമ്മൾ അപ്പോൾ ജ്ഞാനം വരുമ്പോൾ നമ്മൾ ശരിയെന്ന് അല്ലെങ്കിൽ നമ്മൾ മുറുകെ പിടിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിടും. തിന്മയുടെ പരിണതഫലം നമുക്ക് മനസ്സിലാവും. നന്മയുടെ മാർഗ്ഗങ്ങൾ നമുക്ക് മനസ്സിലാവും. സത്യദൈവം ആരാണെന്ന് മനസ്സിലാവും. ഈശോ ഏകരക്ഷകനാണെന്ന് മനസ്സിലാവും. ഈശോയിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് ജ്ഞാനം കിട്ടും. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയെ. അപ്പോൾ ഏറ്റവും വലിയ വരവാണ് ജ്ഞാനം. അതിന് മുകളിലേക്ക് ഒന്നുമില്ല. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് അതിവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ 1 കൊരിന്ത്യസിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവിന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. രോഗശാന്തിക്കുള്ള വരം ആ പരിശുദ്ധാത്മാവ് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരാളിപ്പോൾ നന്മ ചെയ്യുമ്പോൾ പൗലോസിലേക്ക് ഈ ജ്ഞാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഡിസേൺമെൻറ്റ് കിട്ടും. അപ്പോൾ ഒരു സ്പിരിറ്റിൻ്റെ പ്രവർത്തനം മനസ്സിലാകും. ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരും നന്മയെന്ന് പറയുന്ന ഒന്ന് അതിൽ ബന്ധനമാണ് എങ്കിൽ ആ ജ്ഞാനത്തിലൂടെ മാത്രമേ കാണും. പരിശുദ്ധാത്മാവ് നോക്കുന്നൊരു അറിവിൻ്റെ ഒരു കൃപയാണ്. അത് ഭയങ്കര കൃപയാണ്. അത് അപ്പോസ്തല പ്രവർത്തനം 16-ന്റെ 16, 17 വചനത്തിൽ പൗലോസിലേക്ക് ഈ ജ്ഞാനമുണ്ട്, ദൈവിക ജ്ഞാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കി. പൗലോസിനെയും കൂടെയുള്ളവരെ കണ്ടപ്പോൾ അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഇത് അത്യുന്നതന്റെ ദാസരാണ്, ഇവർ സത്യത്തിൻ്റെ മാർഗം പറയുന്നു, അവരെ കേൾക്കുക എന്നൊക്കെ ഈ തിന്മയുടെ ശക്തി പറയുന്നുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പൗലോസ്ലിഹായെ ഭയങ്കര അസ്വസ്ഥതപ്പെടുത്തി. പൗലോസ് തിരിഞ്ഞ് അതിൻ്റെ ആത്മാവിനോട് അതിന് വിട്ടുപോകണ്ട. അത് പൈശാചിക അരൂപിയാണെന്ന്, ദർശനങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അത് ദുഷ്ടപിശാചിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ദൈവിക ജ്ഞാനമുണ്ടെങ്കിലേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലിഹ അതിന് ആ തിന്മയുടെ ശക്തി ആ വ്യക്തിയിൽ നിന്ന് മാറ്റും. അപ്പോൾ ചില കുടുംബങ്ങൾ തകരുന്നു, അപ്പോൾ ചില വ്യക്തികൾ തകരുന്നു. അപ്പോൾ അത് ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ്, ജ്ഞാനത്തിൻ്റെ ഒരു ആത്മാവ്. അത് കിട്ടുക. അപ്പോൾ അതുകൊണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം മനസ്സിലാക്കാം. പലർക്കും പ്രോബ്ലം അറിയത്തില്ല. അവരുടെ ജീവിതത്തിൽ എവിടെയും തീരുമാനമെല്ലാം ശരിയാണെന്നോ വിചാരം, ചില നേട്ടം അതെല്ലാം ഓക്കെയാണ്. പക്ഷെ അതിൽ ദൈവിക ജ്ഞാനമില്ല. അപ്പോൾ ദൈവിക ജ്ഞാനം ഉണ്ടാകണം. അതാണ് നമുക്ക് ആവശ്യം ഉണ്ടാകേണ്ടത്. വീണ്ടും വചനം പറയുക, ഒരേ ആത്മാവിന് ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവ് നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ
ശക്തിയും. മറ്റൊരുവിന് പ്രവചിക്കാൻ വരും, വേറൊരുവിന് ആത്മാക്കൾ വേവിച്ചറിയാൻ കഴിവും, വേറൊരുവിന് ഭാഷ വരും, വേറൊരുവിന് വ്യാഖ്യാനത്തിൽ വരും. അതേ ആത്മാവ് തന്നെ നൽകുന്നു.